ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം നേരുന്നു. അതോടൊപ്പം ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് കപിലോപദേശം എന്ന 15ാം ദശകത്തിലെ 8ാം ശ്ലോകം നോക്കാം. അതായത് ഐഹിക സുഖങ്ങൾക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഫലേച്ഛ കൂടാതെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും ഗതിവിഗതികളാണ് ഇതിൽ വിവരിക്കുന്നത്. രണ്ടു കൂട്ടരും ചെയ്യുന്നത് പുണ്യകർമ്മങ്ങൾ തന്നെ. ഒരു കൂട്ടർ ഫലേച്ഛയോടെ ചെയ്യുന്നു, ഒരു കൂട്ടർ ഫലേച്ഛ കൂടാതെ ചെയ്യുന്നു. അത്ര തന്നെ. നമുക്ക് ശ്ലോകം നോക്കാം. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിപതതി കാലേ ദക്ഷിണാധ്വോപഗാമി മയി നിഹിതമകാമം കർമ്മതൂദപദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിപതതി കാലേ ദക്ഷിണാധ്വോപഗാമി മയി നിഹിതമകാമം കർമ്മതൂദപദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. ധാർമ്മികഃ യഃ ഗൃഹസ്ഥഃ പിതൃസുരഗണയാജീ സഹ ച ദക്ഷിണാധ്വോപഗാമി കാലേ നിപതതി മയി നിഹിതം അകാമം കർമ്മ തു ഉദക്പദാർത്ഥം ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഇവിടെ പിതൃസുരഗണയാജി, പിതൃക്കൾക്കും സുരന്മാർ ദേവന്മാർക്കും, ആ ദേവന്മാരുടെ ഇവർക്ക് രണ്ടു കൂട്ടർക്കും വേണ്ടി യാജി എന്ന് പറഞ്ഞാൽ യജ്ഞം, യാഗം. ഇവിടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യും. അതുപോലെ ദേവന്മാർക്ക് വേണ്ടിയിട്ട് യാഗങ്ങളും പൂജകളും യജ്ഞങ്ങളും ഒക്കെ നടത്തും. ധാർമ്മിക, ഏത് ധാർമ്മികനാണോ, ധാർമ്മികനും അതുപോലെ യോ ഗൃഹസ്ഥ യഹ ഗൃഹസ്ഥ, ആ ഏത് ഗൃഹസ്ഥനും ധാർമ്മികനുമായ അല്ലെങ്കിൽ ധാർമ്മികനായ ഗൃഹസ്ഥനാണോ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നത്, ദേവന്മാർക്ക് വേണ്ടി യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം പുണ്യകർമ്മങ്ങളാണ്, സദ്ഗതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ സഹ ച അവനും, ആ ധാർമ്മികനായ വ്യക്തിയും, ദക്ഷിണാധ്വോപഗാമി, ദക്ഷിണാധ്വോപഗാമി എന്ന് പറഞ്ഞാൽ അതായത് കാലേ നിപതതി, ആ തെക്കൻ വഴിക്ക് പോയിട്ടെന്ന് പറഞ്ഞാൽ ദക്ഷിണായന കാലത്ത് മരിക്കുന്നു എന്നാണ്. ഉത്തരായണ കാലത്ത് മരിച്ചാൽ കുറച്ചും കൂടെ പുണ്യമുണ്ടെന്നും ആ ദക്ഷിണായന കാലത്തിൽ മരിച്ചാൽ പാപകർമ്മങ്ങൾ ചെയ്തവർക്ക് അങ്ങനെ നരകത്തിൽ പോകുന്നതാണ് പറയുന്നത്. ഇനി എന്തായാലും ഉത്തരായണ കാലത്ത് മരിക്കുന്നതാണ് നല്ലത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ ആ ധർമ്മകർമ്മങ്ങൾ, അതായത് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥനാണോ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം കൂട്ടുന്നു, അതുപോലെ ദേവന്മാർക്ക് വേണ്ടി അമ്പലത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, അങ്ങനെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഇവിടെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ധാർമ്മികനും തെക്കൻ വഴിക്ക് പോയിട്ട്, അതായത് ദക്ഷിണായന കാലത്തിൽ ആ പുണ്യക്ഷയം വരുന്ന കാലത്ത് അധപ്പതിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കാലേ നിപതതി, ആ കാലേ എന്ന് പറഞ്ഞാൽ പുണ്യക്ഷയം വരുന്ന കാലത്ത് അധപ്പതിക്കുന്നു, നിപതതി എന്ന് പറഞ്ഞാൽ അധപ്പതിക്കുന്നു. മയി നിഹിതം അകാമം. ഇനി അടുത്ത കൂട്ടരെ പറ്റി പറഞ്ഞിരിക്കുന്നു, എന്നിൽ നിഹിതമായത്, അതായത് എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചുകൊണ്ട്. കർമ്മ തു ഉദക്പദാർത്ഥം മയി നിഹിതം അകാമം കർമ്മ തു ഉദക്പദാർത്ഥം. തു ഉദക്പദാർത്ഥം എന്ന് പറഞ്ഞാൽ വടക്കൻ വഴിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഉത്തരായണ കാലം. നമുക്കറിയാം ദക്ഷിണായന കാലവും ഉത്തരായണ കാലവും. ദക്ഷിണായന കാലം എന്ന് പറഞ്ഞാൽ അത് ഡിസംബർ 22 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് 3 മാസം കൊണ്ട് അങ്ങ് അവിടെ അങ്ങേയറ്റത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് 3 മാസം എടുക്കും ആ ഭൂമധ്യരേഖയിൽ ഇക്വേറ്ററിൻ്റെ അവിടെ വരാനായിട്ട്. വീണ്ടും ദക്ഷിണായന കാലത്തിലേക്ക് സഞ്ചരിക്കും സൂര്യൻ, അല്ലേ? അതൊരു 22 ജൂൺ മുതൽ
അങ്ങോട്ട് ആ സദേൺ ഹെമിസ്ഫിയറിൽ ആ പോൾ വരെ സഞ്ചരിച്ചിട്ട് തിരിച്ചു വരും, 3 മാസം കൊണ്ട് തിരിച്ചു വരും, അങ്ങനെയല്ലേ? അപ്പോൾ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ദക്ഷിണായന കാലം എന്ന് പറഞ്ഞാൽ 6 മാസം, ഉത്തരായണ കാലം എന്ന് പറഞ്ഞാൽ 6 മാസം. ആ 22 ഡിസംബറിന് സ്റ്റാർട്ട് ചെയ്ത് 6 മാസം എടുക്കും. ഒരു 21 ജൂൺ ആകുമ്പോഴത്തേക്കും തിരിച്ച് അത് ഇക്വേറ്ററിൽ വന്നിട്ട് അന്ന് സൂര്യൻ നേരെ ഉദിക്കുന്നു നമ്മൾ പറയില്ല, അത് ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഉത്തരായണ കാലത്തിലും ദക്ഷിണായന കാലത്തിലും, ഉത്തരായണ കാലത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. പുക രാത്രി കറുത്തപക്ഷം ദക്ഷിണായനം എന്ന വിധത്തിൽ തെക്കൻ വഴിക്ക് പോയാൽ ചന്ദ്രലോകത്തിൽ ചെന്ന് സുഹിക്കാം, പുണ്യം തീർന്നാൽ ഭൂമിയിലേക്ക് മടങ്ങിപ്പോരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അടുത്ത ജന്മമുണ്ട് നമുക്ക്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതിന് നേരെ ഓപ്പോസിറ്റാണ് പുക രാത്രി കറുത്തപക്ഷം എന്നുള്ളിടത്ത് വെളിച്ചം പകൽ വെളുത്തപക്ഷം, ആ ഉത്തരായണ കാലത്താണ്. പിന്നെ ദക്ഷിണായനം എന്നുള്ളത് അവിടെ ഉത്തരായണം വന്നിരിക്കുന്നു. ഇങ്ങനെ വടക്കൻ വഴിക്ക് പോയാൽ സൂര്യലോകത്തിലൂടെ ധ്രുവപദം വരെ ഉയർന്ന് മുക്തി പ്രാപിക്കാം, മടങ്ങിപ്പോരേണ്ടതായിട്ട് വരത്തില്ല. അതായത് ബ്രഹ്മലോകത്തിൽ അല്ലെങ്കിൽ സത്യലോകത്തിൽ പോയി ഭഗവാന്റെ കൂടെ മോക്ഷം പ്രാപിച്ച് ഭഗവാനിൽ സാരൂപ്യമോ സായുജ്യമോ ഒക്കെ അടയാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ധനത്തിനും സുഖത്തിനും വേണ്ടിയാണ് ദേവന്മാർക്ക് യാഗവും പിതൃകൾക്ക് ശ്രാദ്ധവും മറ്റും ചെയ്യുന്നത് ഈ ഗൃഹസ്ഥന്മാരായവർ. അപ്പം മയി നിഹിതമകാമം എന്ന് പറഞ്ഞാൽ, ആ കാമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്നവർ, ആ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചാണ് ചെയ്യുന്നത്, ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫലം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ഭഗവാന്റെ കൃപാ കടാക്ഷമാണ് നമുക്ക് കിട്ടുന്ന ഫലം. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, വഴിപാട് കഴിക്കുന്നു, നമുക്ക് ഫലമൊക്കെ ഭഗവാൻ തരും. കർമ്മത്തു ഉദക് പദാർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെ കർമ്മം ചെയ്യുന്നവർ ഉത്തരായന കാലത്ത് ആ വടക്കൻ വഴിക്ക് പോയി മോക്ഷം പ്രാപിക്കുന്നു, തിരിച്ചു വരേണ്ടി വരത്തില്ല. കപില തനുരുതി ത്വം ദേവഹൂതിയൈ ന്യഗാദീഹി, അങ്ങനെ കപില സ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു, അരുളി ചെയ്തു. ഇവിടെ ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കുക. ധനത്തിനും സുഖത്തിനും വേണ്ടി ദേവന്മാർക്ക് യാഗവും പിതൃക്കൾക്ക് ശ്രാദ്ധവും മറ്റും ചെയ്യുന്ന ധാർമ്മികനായ ഗൃഹസ്ഥൻ തെക്കൻ വഴിക്ക് യാത്ര ചെയ്യുന്നു. അതായത് ദക്ഷിണായന കാലത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ പുണ്യാവസാനം, ആ ചെയ്ത കർമ്മങ്ങളുടെ എല്ലാം പുണ്യം അവസാനിക്കുമ്പോൾ അധപതിച്ച് ഫലേച്ഛ കൂടാതെ അധപതിക്കുന്നു. അത് കഴിഞ്ഞ് ഫലേച്ഛ കൂടാതെ വിഹിതങ്ങളായ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അത് ആ ഗ്രന്ഥങ്ങളിൽ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുണ്യവാനായ മനുഷ്യൻ വടക്കം വഴിക്ക് പോയിട്ട് മുക്തിയെ പ്രാപിക്കുന്നു. അവനൊരിക്കലും അധപ്പതനമില്ല. ഈ ഗതിയുടെ സ്വഭാവം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ 4-ാം ദശകത്തിൽ ഇതിനെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഈ 6, 7, 8 ശ്ലോകത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. കർമ്മങ്ങളുടെ സ്വഭാവവും അതിൻ്റെ ഫലവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാപകർമ്മങ്ങൾ ചെയ്താൽ നരകം, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും രണ്ടും ഇങ്ങനെ ഇടകലർന്നാണെങ്കിൽ ആ കർമ്മങ്ങൾക്കനുസരിച്ച് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടല്ലോ, പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ വന്ന് ശയിക്കുന്നു എന്ന ക്രമത്തിൽ അവസാനമില്ലാത്ത സംസാരയാത്ര. ഫലേച്ഛയോടുകൂടി പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ സ്വർഗം, നിഷ്കാമമായി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മോക്ഷമെന്നാണ് വ്യവസ്ഥ. ഇവയിൽ 4ാമത് പറഞ്ഞ വിധം കർമ്മം ചെയ്യുന്നവരാണ് കർമ്മയോഗികൾ എന്ന് പറയുന്നത്. 4ാമത് എന്ന് പറഞ്ഞത് നിഷ്കാമമായി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം ലഭിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗികൾ. അവർക്കും എന്ത് വേണം? ഭക്തി വേണം അവർക്ക്. ഇവിടെ നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഭഗവാനിൽ ഭക്തി തോന്നണം, മറ്റുള്ള വസ്തുക്കളോട് ആസക്തി ഉണ്ടാവരുത്. ഒന്നിനോട് മാത്രമേ ആസക്തി പാടുള്ളൂ, ഭഗവാനോട് മാത്രം. ഭഗവത് ഭക്തിയാണ് വേണ്ടത്. അതിനാൽ ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ 8ാം ശ്ലോകത്തിൻ്റെ സാരം. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗ്രഹസ്ഥ
സ ച നിപതതി കാലേ ദക്ഷിണാധ്വോപഗാമി മയി നിഹിതമകാമം കർമ്മ തൂദക്പദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. നമുക്കിനി ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.